നിങ്ങൾ ഏത് രീതിയിലുള്ള റേഷൻ കാർഡാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ലാമിനേറ്റഡ് മോഡലാണോ അതോ ATM കാർഡ് പോലുള്ള റേഷൻ കാർഡാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ബുക്ക് പോലത്തെ ഉള്ള കാർഡാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ മൊബൈലിൽ തന്നെ റേഷൻ കാർഡ് ഉണ്ടായാൽ മതി. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മൊബൈലിൽ ചെയ്ത റേഷൻ കാർഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ മൊബൈലിൽ ചെയ്താൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടയിൽ പോവാതെ തന്നെ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിലുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ ഐഫോണിലും ലഭ്യമാണ്. എൻ്റെ റേഷൻ കാർഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീന് വരും. അത് താഴോട്ട് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഗോട്ട് ഇറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. ഇവിടെ താഴേക്ക് വന്നാൽ റേഷൻ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന റേഷൻ കാർഡ് നമ്പറിൽ നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വ്യൂ മൈ കാർഡിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റേഷൻ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മളവിടെ 5 അക്ക നമ്പറുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് റെഡിയായി. ഇതിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് വന്നാൽ നമ്മുടെ കാർഡിലുള്ള അംഗങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. താഴെ കാണുന്ന റേഷൻ വീതത്തിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കാർഡിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമെന്നുള്ളത് അറിയാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വന്നാൽ FPS സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡേറ്റും അതുപോലെ റേഷൻ കടയുടെ നമ്പറും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുത്താൽ ഓരോ ജില്ലകളിലെയും താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നമ്പർ നമുക്ക് കാണാം. എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.